കേരള സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശ്ശൂരിലെത്തുകയും അദ്ദേഹം മലയാളികൾക്ക് പുതുവത്സരാശംസയും അതുപോലെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അമ്മമാരെ ഒക്കെ തന്നെ പ്രശംസിച്ചുകൊണ്ടും അവരുടെ ത്യാഗോജ്വലമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചും വളരെ ശക്തമായ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ന് എത്തിച്ചേർന്നത്. കേരളത്തിലെ എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ എന്ന വാക്കോടുകൂടി തന്നെയാണ് മലയാളത്തോടു കൂടി തന്നെയാണ് നരേന്ദ്രമോദി ഇന്നത്തെ പ്രസംഗം ആരംഭിച്ചത്. ശേഷം NSS സമുദായ ആചാര്യൻ മനത്ത് പത്മനാഭന് ശ്രദ്ധാഞ്ജലി കൂടി അദ്ദേഹം അർപ്പിക്കാനും മറന്നിട്ടില്ല. ഈ പരിപാടി നടക്കുന്ന തെക്കൻകാട് മൈതാനത്തെ വടക്കുംനാഥ ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചും മഹാത്മ്യത്തെക്കുറിച്ചുമൊക്കെ തൃശ്ശൂർ പൂരത്തെക്കുറിച്ചുമൊക്കെ പ്രത്യേകമായി എടുത്തു പറയാനും പ്രധാനമന്ത്രി മറന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു വിഷയം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത്രയും അധികം സ്ത്രീകൾ തന്നെ അനുഗ്രഹിക്കാനെത്തിയതിൽ അതിയായ സന്തോഷമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ തൻ്റെ അമ്മമാരെയും സഹോദരിമാരെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. കാശിയുടെ മണ്ണിൽ നിന്നും പാർലമെൻറ്റ് അംഗമായി എത്തിയ ഒരു വ്യക്തിയാണ് താൻ. കാശി ഭഗവാൻ ശിവൻ്റെ മണ്ണാണ്. അവിടെ നിന്നും വടക്കുംനാഥൻ്റെ മണ്ണിലേക്ക് എത്തിയത് ഒരു അനുഗ്രഹമായി തന്നെയാണ് താൻ ഈ അവസരത്തിൽ നോക്കിക്കാണുന്നതെന്നും വ്യക്തമാക്കുകയുണ്ടായിരുന്നു. ഒപ്പം എത്രത്തോളം പ്രാധാന്യം ഈ മണ്ണിനുണ്ടെന്നും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പോലും നാടിൻ്റെ ശ്രദ്ധേയരായി വനിതകൾ മാറിയിട്ടുണ്ടെന്നും അവരെ അനുസ്മരിക്കാനും അവരുടെ പങ്കിനെക്കുറിച്ച് എടുത്തു പറയാനും അതിൽ കേരളം വഹിച്ച പങ്ക് എത്രത്തോളം വലുതാണ് എന്നുള്ളതും അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇതോടൊപ്പം ഇന്ന് സമൂഹത്തിൽ പ്രമുഖ നിലയിലേക്കെത്തിയ, മുൻനിരയിലേക്ക് കടന്നു വരാൻ സാധിച്ചിട്ടുള്ള ചിലരെ എടുത്തു പറയുകയും ചെയ്തു. രാജ്യത്തിൻ്റെ യശസ് തന്നെ ഉയർത്തിയ അഞ്ജു ബോബി ജോർജ്, PT ഉഷ, ഗായികയായ നഞ്ചിയമ്മ തുടങ്ങി നിരവധി ആളുകൾ രാജ്യത്തിന് മുന്നിൽ തന്നെ കേരളത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച വനിതകളാണ് ഇവരൊക്കെ. ഇതുപോലെ നിരവധി ആളുകൾ ഇനിയുമുണ്ട്. നാടിൻ്റെ പുത്രിമാരെന്നാണ് ഇവരെ മോദി അഭിസംബോധന ചെയ്തതും. എല്ലായിടത്തും ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ മോദി നൽകിയ ഒരു ഗ്യാരണ്ടിയെക്കുറിച്ചാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി നിരവധി ഉജ്ജൽ യോജന അടക്കം നിരവധി പദ്ധതികൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ജൽജീവൻ മിഷനിലൂടെ തന്നെ സ്ത്രീകൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നടത്തിയെടുക്കാനും അവരുടെ ജീവിത നിലവാരം ഉയർത്തിയെടുക്കാനും ഒക്കെ തന്നെ സാധിച്ചിട്ടുണ്ട്. ഉജ്ജൽ യോജനയിലൂടെയും ഒക്കെ ഇത് സാധ്യമായ ഒരു വിഷയം തന്നെയാണ്. ലോക്സഭയിലും നിയമസഭയിലും സ്ത്രീകൾക്ക് സംവരണം നൽകുന്ന തീരുമാനമെടുക്കാതെ തന്നെ വെച്ചിരുന്നു. അത് ഇപ്പോൾ തീരുമാനം നൽകുകയാണ്. അത് ഈ പ്രധാനമന്ത്രിയുടെ, ഈ സർക്കാരിൻ്റെ, മോദിയുടെ തന്നെ ഗ്യാരണ്ടിയാണെന്നുള്ളത് അദ്ദേഹം ഊന്നി പറഞ്ഞിരിക്കുന്നു. हमने 10 करोड़ उज्ज्वला गैस कनेक्शन दिए. ये सफलता कैसे मिली? मोदीയുടെ गारंटी. हमने 11 करोड़ परिवार की बहनों को पाइप से पानी दिया. ये क्यों हुआ? मोदीയുടെ गारंटी. हमने 12 करोड़ परिवार की बहनों के लिए टॉयलेट बनवाया. ये कैसे बने? मोदीയുടെ गारंटी. हमने 1 रुपए में सुविधा सैनिटरी पैड्स की योजना शुरू की. ये किसे संभव बनाया? मोदीയുടെ गारंटी. हमने केरला की 60 लाख महिलाओं के बैंक अकाउंट खोले. ये सफलता कैसे मिली? मोदीയുടെ गारंटी. हमने 30 करोड़ से अधिक मुद्रा लोन महिला लाभार्थियों को दिए. ये कैसे संभव हुआ? मोदीയുടെ गारंटी. हमने प्रेगनेंसी लीव को बढ़ाकर 26 हफ्ते किया. इसे किसे संभव बना दिया? मोदीയുടെ गारंटी. हमने सैनिक स्कूलों में बेटियों के एडमिशन का रास्ता खोला. ये कैसे संभव हुआ? मोदीയുടെ गारंटी. मोदीയുടെ गारंटी. हमने लोकसभा विधानसभा में महिलाओं को रिजर्वेशन दिया. ये वायदा कैसे पूरा हुआ? मोदीയുടെ गारंटी. मेरे परिवारजनों, आज जब हम विकसित भारत की बात कर रहे हैं तो उसमें नारी शक्ति को हम एक सशक्त फोर्स बनाना चाहते हैं. इसलिए आने वाले समय में हमारी माताओं, बहनों, बेटियों के लिए अवसर ही अवसर आने वाले हैं. अब 15,000 महिला सेल्फ हेल्प ग्रुप को ड्रोन मिलेंगे क्योंकि आपके पास है मोदीയുടെ गारंटी.